ഹായ് ഫ്രണ്ട്സ്, 3-വേ ആക്റ്റീവ് ക്രോസ് ഓവർ ഉപയോഗിച്ചിട്ടുള്ള പാട്ട് കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ നിർമ്മിച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ പാക്കേജാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സ്വന്തം ആവശ്യത്തിനായിട്ട് ഞാൻ നിർമ്മിച്ചതാണ്. 3-വേ ബോക്സ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് പാട്ട് ആസ്വദിക്കാൻ കഴിയും. ആക്റ്റീവ് ക്രോസ് ഓവറിൽ നിന്നുള്ള ഔട്ട് വിവിധ ആംപ്ലിഫയർ ചാനലിലേക്ക് ഫീഡ് ചെയ്ത ശേഷം 3-വേ ലെഫ്റ്റ് റൈറ്റ് ചാനൽസും ഒരു സബൂഫറും അടങ്ങുന്നതാണ് ഈ മ്യൂസിക് സിസ്റ്റം. 2 ആംപ്ലിഫയർ ക്യാബിനിലായിട്ടാണ് ഈ സിസ്റ്റം ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് ഒരു പ്രീ സ്റ്റേജ് ആണ്. അതുകൂടാതെ ആക്റ്റീവ് ക്രോസ് ഓവറിൽ നിന്നിട്ടുള്ള ഹൈ ഫ്രീക്വൻസി ഔട്ട്പുട്ട് ഭാഗം ട്രബിളിലേക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആംപ്ലിഫയറും ഇതിനകത്താണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇതിലാണ് ട്രബിള്, മിഡ്, ബാസ് കൺട്രോൾ ചെയ്യുന്നതും വോളിയം ടോട്ടലായി കൺട്രോൾ ചെയ്യുന്ന മൊഡ്യൂളുകളുമുള്ളത്. ഇതിൻ്റെ പുറകു ഭാഗത്ത് വളരെ സിമ്പിളായിട്ടൊരു ഓൺ ഓഫ് സ്വിച്ചും ഇൻപുട്ട് ഓക്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള 2 പിന്നുകളുമാണ് ഉള്ളത്. ഔട്ട്പുട്ട് വിവിധ തരം ഔട്ട്പുട്ടുകൾ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി മിഡ്, ലോ, സബൂഫറിന് വേണ്ടിയുള്ള ഔട്ട്പുട്ട് പുറത്തേക്ക് എടുക്കാൻ വേണ്ടിയുള്ള കണക്ടറുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ട്യൂറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന സ്പീക്കർ പോസ്റ്റ് ആണ് ഇതിൽ കാണുന്ന മറ്റൊരു ഭാഗം. ഇതിൻ്റെ ഉൾഭാഗത്ത് എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കണക്ഷനുകളായതുകൊണ്ട് തന്നെ ഒരുപാട് വയറുകളുണ്ട്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ കാണാം. ഇതിൽ 2 സോഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 12 വോൾട്ടിൻ്റെ ട്രാൻസ്ഫോമറും 5 ആംപിയറും ഒരു 12 വോൾട്ട് SMPS ആണ്. 12 വോൾട്ട് SMPS ഡെഡിക്കേറ്റഡ് ആയിട്ട് USB മൊഡ്യൂളിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 12 വോൾട്ട് സപ്ലൈ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട് റെക്ടിഫൈ ചെയ്ത ശേഷം ആക്റ്റീവ് ക്രോസ് ഓവറിന് ഇൻപുട്ട് റെഗുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റെഗുലേറ്റ് ചെയ്യാത്ത സിഗ്നൽ ആംപ്ലിഫയറിൻ്റെ പവർ സൈഡിലേക്ക് ഫീഡ് ചെയ്തിരിക്കുന്നു. AC സൈഡിൽ നിന്നുള്ള 12012 പ്രീ സ്റ്റേജ് സ്പീക്കർ പ്രൊട്ടക്ഷനിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ ക്യാബിനുള്ളിൽ കാണുന്ന പൊട്ടൻഷ്യോമീറ്റർ വ്യൂ മീറ്റർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നോക്കിക്കഴിഞ്ഞാൽ മിഡ്, ലോ, ഹൈ ഒരു 47 ഡ്യുവൽ പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആക്റ്റീവ് ക്രോസ് ഓവറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്ന സിഗ്നൽ കൺട്രോൾ ചെയ്യുന്നത് ഈ 3 നോബുകളാണ്. ഈ സെലക്ടർ സ്വിച്ചുകൾ 2 ഭാവിയിൽ ഇതിൽ 5.1 കാർഡ് ഉപയോഗിക്കുമ്പോൾ സപ്ലൈയും ഓഡിയോയും സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിസ്റ്റത്തിലെ 2ാമത്തെ ആംപ്ലിഫയർ ആണ് ഈ കാണുന്നത്. ബേസിക്കലി ഇത് ചാനൽ ആംപ്ലിഫയർ ആണ്. 7 ചാനൽ ആംപ്ലിഫയർ ആണ് ഈ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിലേക്ക് 2 ചാനലും കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് ഒരു 5.1 സിസ്റ്റം ആകുന്നത്. നിലവിൽ പാട്ട് കേൾക്കാനുള്ള സിസ്റ്റം ആയതുകൊണ്ട് ഇതിൽ 7 ചാനലേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നോക്കുകയാണെങ്കിൽ സബ് കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സബിന് വേണ്ടിയുള്ള വോളിയം കൺട്രോളറാണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. G-ടെക്കിൻ്റെ പാനലും ക്യാബിനുമാണ് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം സൈസുള്ള ഒരു ക്യാബിനാണ്. ഫ്രണ്ടിൽ LED ബ്ലൂ LED കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ക്യാബിൻ്റെ സൈസ് എന്ന് പറയുന്നത് 18x4.5 ഇഞ്ചാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ സൈസ്. പുറകിലേക്ക് 12 ഇഞ്ചും ഉണ്ട്. ഇതിൻ്റെ ബാക്ക് പാനൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 6 സ്പീക്കർ പോസ്റ്റ് കോമൺ ആയിട്ടുള്ളതും സബിന് വേണ്ടി 1, സറൗണ്ട് ചാനലിന് വേണ്ടി വേറെ 2 സെപ്പറേറ്റ് സ്പീക്കർ ചാനലുകളും ഉണ്ട്. ഇതിൻ്റെ ഇൻപുട്ടായി കണക്ട് ചെയ്തിരിക്കുന്നത് മിഡിന് വേണ്ടി ലെഫ്റ്റ് റൈറ്റ്, ലോ ഇൻപുട്ട് ലെഫ്റ്റ് റൈറ്റ്, സബൂഫർ വേണ്ടിയുള്ള ചാനൽസ് ഇൻപുട്ട്, പിന്നീട് സെൻട്രൽ ചാനലിന് വേണ്ടി ഒരു ഇൻപുട്ട്, സറൗണ്ട് ലെഫ്റ്റ് റൈറ്റിന് വേണ്ടി 2 ഇൻപുട്ട്. ഇത്രയാണ് ഇൻപുട്ട് ചാനലുകളുള്ളത്. ഈ കാണുന്ന പോസ്റ്റാണ് സറൗണ്ടിന് വേണ്ടിയുള്ളത് പോസ്റ്റ്. അടുത്തതായി കാണുന്ന ഈ പോസ്റ്റ് സബൂഫർ ഔട്ട്പുട്ടാണ്. സ്പീക്കർ പോസ്റ്റുകൾ 6 സെപ്പറേറ്റ് ആയി കാണുന്നത് മിഡ്, ലോ, സെൻട്രൽ ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ഇതിലും നോർമലായിട്ടുള്ള ഒരു ഓൺ ഓഫ് സ്വിച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിത്തൗട്ട് ഫ്യൂസ് ആണ്. ഫ്യൂസ് നമ്മുടെ സോഫ്റ്റ് സ്റ്റാർട്ടറിൻ്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ഒരു ഫ്യൂസിൻ്റെ ആവശ്യമില്ല. ആംപ്ലിഫയറിൻ്റെ അകത്തുള്ള പാർട്സ് നോക്കിക്കഴിഞ്ഞാൽ സോഫ്റ്റ് സ്റ്റാർട്ടറാണ് ഈ കാണുന്നത്. സോഫ്റ്റ് സ്റ്റാർട്ടറിൽ നിന്നുള്ള ഇൻപുട്ട് 230 ഒരു SMPSലേക്കും ഒരു 24/024 10 ആംപിയർ ട്രാൻസ്ഫോമറിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. ട്രാൻസ്ഫോമറിൻ്റെ ഔട്ട്പുട്ടായി ഒരു റെക്ടിഫയർ സെക്ഷനുണ്ട്. 63 10000ൻ്റെ 4 കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുള്ളതാണ് റെക്ടിഫിക്കേഷൻ സൈഡ്. SMPS 24 വോൾട്ടിൻ്റെയാണ്. ഇതിൻ്റെ 6 ചാനൽസിനും സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവയുടെ ഉള്ളിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് സബൂഫറിന് വേണ്ടിയുള്ള ആംപ്ലിഫയർ 52001943യുടെ 4 ട്രാൻസിസ്റ്ററുള്ള പെയറാണ്. മിഡ് ബാസ് കൈകാര്യം ചെയ്യുന്ന ചാനലിന് വേണ്ടിയുള്ള ആംപ്ലിഫയർ 7294ൻ്റെ 2 ആംപ്ലിഫയർ ചാനലുകളാണ്. ഇതിൻ്റെ ഉൾഭാഗത്ത് മറ്റ് കാണുന്ന പോർഷൻസ്
സെൻട്രൽ ചാനലിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ടിപ്പിൻ്റെ 140 to 147 ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയർ ആണ്. നിങ്ങൾക്കിതിൽ 3 സബ്സോണിക് ഫിൽട്ടർ കാണാൻ കഴിയും. അതെന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവയിൽ നമുക്ക് സബൂഫറിന് വേണ്ടി ഒരു സബ്സോണിക് ഫിൽട്ടർ വേണം. മിഡ് ബാസ് കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ് 2 സബ്സോണിക് ഫിൽട്ടർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവയുടെ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇവയുടെ ബ്ലെൻഡിങ് നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ കഴിയും. അതിലൂടെ സബൂഫറിൽ വരുന്ന അനാവശ്യ സൗണ്ടുകൾ, ബാസുകൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. സ്മൂത്ത് ആയിട്ടുള്ള ബാസുകൾ മിഡ് ബാസിലേക്ക് ഫിൽട്ടർ ചെയ്ത് വിടാനും കഴിയും. അതിനാണ് ഈ 3 സബ്സോണിക് ഫിൽട്ടർ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവയുടെ ഈ പ്രീസെറ്റ് സെറ്റിങ്സ് നമ്മൾ പാട്ട് കേൾക്കുന്നത് ആസ്വദിക്കുന്നതനുസരിച്ച് സെറ്റ് ചെയ്യുന്നതിലൂടെയാണ് നല്ല ഔട്ട്പുട്ട് ലഭിക്കുന്നത്. ഇതിൻ്റെ മിഡ് റേഞ്ച് ഇൻപുട്ട് ഡയറക്റ്റായി നിലവിൽ 7265 ആംപ്ലിഫയറിലേക്ക് ഫീഡ് ചെയ്തിരിക്കുകയാണ്. അത് പിന്നീട് അപ്ഗ്രേഡ് ചെയ്യും. നിലവിൽ ഉപയോഗിച്ചിരിക്കുന്ന 7265 ആണ്. ഇതിൻ്റെ ട്രബിൾ പോർഷൻ അല്ലെങ്കിൽ ട്യൂറ്ററിന് വേണ്ടിയുള്ള ആംപ്ലിഫയർ നമ്മൾ ആദ്യത്തെ ആംപ്ലിഫയർ ക്യാബിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇതിലില്ല. ഈ ആംപ്ലിഫയറിൽ 24024 ടൺ ആംപിയർ റെക്ടിഫൈ ചെയ്ത ശേഷം സബൂഫറിന് വേണ്ടിയും മിഡ് ബാസ് അതായത് 7294 പിന്നീട് 52001943 പെയറിൻ്റെ ആംപ്ലിഫയറിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. 24 വോൾട്ടിൻ്റെ SMPS ഉപയോഗിക്കുന്നത് നിലവിൽ മിഡ് റേഞ്ച് കൈകാര്യം ചെയ്യുന്ന 7265 വേണ്ടി മാത്രമാണ്. മറ്റ് ആംപ്ലിഫയർ പരീക്ഷണങ്ങൾക്ക് വേണ്ടിയാണ് ഈ SMPS ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആംപ്ലിഫയറുകൾ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ സിംഗിൾ സപ്ലൈയുടെ ആണ് എങ്കിൽ ആ പവർ സപ്ലൈ ഉപയോഗിക്കും. ഈ DIY ആംപ്ലിഫയർ സിസ്റ്റത്തിൻ്റെ സ്കീമാറ്റിക് ഡയഗ്രാം വരച്ചുകൊണ്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഞാൻ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇത് ജസ്റ്റ് ഈ സിസ്റ്റം ചെയ്തത് പരിചയപ്പെടുത്തിയത് മാത്രമാണ്. ഇവയുടെ സർക്യൂട്ട് വരച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട് എങ്കിൽ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. താങ്ക്സ്.